നമസ്കാരം. നമ്മളിന്ന് നോർത്ത് പറവൂരിലാണ്. ഒരു AC കൂളിംഗ് ഇല്ലാന്ന് കസ്റ്റമർ കംപ്ലൈന്റ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒന്ന് AC ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മൾ ഔട്ട്ഡോറിൽ ഒരു അത്ഭുത കാഴ്ച കണ്ടത്. നമ്മുടെ ACയുടെ ഔട്ട്ഡോറിൽ എലി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി കൂടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നല്ല വലിയ മെഷ് ഉപയോഗിച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തുറക്കാൻ പോലും ഒരു ഡോറില്ലാത്ത രീതിയിൽ അടച്ച് പൂട്ടി നല്ല സെറ്റപ്പിനായിട്ടൊരു കേജ് ഉണ്ടാക്കി കൊടുത്തേക്കാണ്. കൂടാതെ AC വെച്ച് കഴിഞ്ഞപ്പോൾ AC മുട്ടിച്ച് നല്ല സൗണ്ടൊക്കെ വന്ന രീതിയിൽ വെച്ച് കൊടുത്തേക്കാണ്. അതുപോലെ പൈപ്പൊക്കെ നന്നായിട്ട് ഇളക്കി ഗ്യാസൊക്കെ ലീക്കായി കളഞ്ഞ് മൊത്തം അടിപൊളിയായിട്ടാണ് വെച്ച് കൊടുത്തേക്കണത്. അതുപോലെ ഈ ഒരു മെഷീൻ കൂടി ഈ ഒരു ഗ്യാപ്പിൽ കൂടി എലി മാത്രമല്ല എലിയുടെ ഫാമിലിയും ഫ്രണ്ട്സും കൂട്ടുകാരും അയൽപക്കത്തുള്ള എലിയും എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി റിസോർട്ട് പോലെ താമസിക്കുകയാണ്. നല്ല സേഫായിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് വലിയ മെഷ് വെച്ചിട്ട് ഈ കൂടുണ്ടാക്കി കൊടുത്തേക്കണത്. അതുപോലെ തന്നെ കണ്ട പൈപ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റി ഒടിച്ചൊക്കെ വെച്ചേക്കാണ്. അങ്ങനെ ഗ്യാസ് ലീക്കായി പോയി. അപ്പം നമ്മുടെ ഈ എലിക്കൂട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു തുറക്കാനുള്ള ഒരു വാതിൽ പോലും ഇല്ലാത്ത കാരണം ഏറ്റവും അവസാനം വെൽഡിങ്ങൊക്കെ പൊട്ടിച്ച് ഇത് മാറ്റേണ്ട അവസ്ഥയാണ്. അങ്ങനെ നമ്മുടെ എലിക്കൂടൊക്കെ നമ്മൾ പൊളിച്ച് മാറ്റി വെൽഡർമാരെ വിളിച്ചിട്ടാണ് പൊളിച്ച് മാറ്റിയത്. അതിന് ശേഷം ACയുടെ ഗ്യാസ് ലീക്കൊക്കെ എവിടെയെന്ന് നോക്കി ഗേജൊക്കെ ഇട്ട് പ്രഷറൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ ലീക്കൊക്കെ ടെസ്റ്റ് നടത്തി ഗ്യാസ് റീഫില്ലൊക്കെ ചെയ്ത് AC ഇപ്പം നല്ല കൂളിംഗ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്രില്ലൊക്കെ വെച്ച് കൊടുത്താലും എലികൾ കയറും. അതുകൊണ്ട് തന്നെ ചെറിയ മെഷാണെങ്കിലും ചെറിയ മെഷ് വെച്ച് കൊടുത്തും എലികൾ കയറിയിട്ടുണ്ട്. ഇതുപോലെ മെഷൊക്കെ അടിച്ച് കേജ് ഉണ്ടാക്കി വെറുതെ കാശ് കളയണേക്കാളും ഭേദം എനിക്ക് തോന്നുന്നത് ഔട്ട്ഡോറിലൊക്കെ എലികൾ വരാതിരിക്കാനായിട്ട് റാറ്റ് റെപ്പലൻ്റ് സ്പ്രേ ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് AC ഒക്കെ ഒന്ന് സർവീസ് ചെയ്യിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അത്യാവശ്യം എലികൾ വരാതിരിക്കും. പിന്നെ ഇൻഡോറിലേക്കുള്ള ഹോളുണ്ടാവും, അത് ഒന്ന് നന്നായിട്ട് അടച്ചു കൊടുക്കുക പ്ലാസ്റ്റർ പാരീസൊക്കെ വെച്ചിട്ട്. അങ്ങനെ നമ്മുടെ ACയുടെ വർക്കൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ കസ്റ്റമർ ഹാപ്പിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം.